ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊരു BJP പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ അച്ഛനും BJP ആയിരുന്നു. എൻ്റെ അച്ഛൻ ഒരു പ്രാവശ്യം BJPക്ക് വേണ്ടി മത്സരിച്ച് തോറ്റിട്ടുള്ളതാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇപ്പോൾ BJPയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ അച്ഛൻ ഒരു പ്രാവശ്യം BJPക്ക് വേണ്ടി മത്സരിച്ച് തോറ്റുണ്ട്. ഗ്രാമത്തിലിരുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രാവശ്യം എൻ്റെ അച്ഛൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ചെറിയ പ്രായത്തിൽ RSSൻ്റെ മെയിൻ സ്ഥലത്തൊക്കെ പോയിരുന്നു. പിന്നെ ഞാനും പണ്ട് ഇടയ്ക്കിടയ്ക്ക് ശാഖയിലൊക്കെ പോയിരുന്നു പണ്ട്. ഇപ്പം പോകാൻ സമയമില്ല, അതുകൊണ്ടാണ് പോകാത്തത്. RSSൽ ഞാൻ പണ്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പറയാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP ഇന്ന് 3 സീറ്റ് ജയിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ആൾ V മുരളീധരൻ, രണ്ടാമത്തെ ആൾ രാജീവ് ചന്ദ്രശേഖർ, പിന്നെ ഗോപകുമാർ. ഈ രാജീവ് ചന്ദ്രശേഖരൻ BJP പ്രസിഡന്റാണ് കേരളത്തിലെ. മുരളീധരൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയായിരുന്നു. BJPയുടെ വലിയ ലീഡേഴ്സാണ് ഇവരൊക്കെ. പിന്നെ ഗോപകുമാർ രണ്ടുപേരും അത്രയും ഫേമസ് അല്ല, എങ്കിലും ജയിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം, BJPക്ക് വേണ്ടി ജയിച്ചത്. അതൊരു തുടക്കം മാത്രമായിട്ട് ഉണ്ട്. അത് 3 സീറ്റ് എന്നുള്ളത്. ഇനിയും മന്നുണ്ട് പറയാം. മീൻസ് അടുത്ത ഇലക്ഷനിൽ ഇതിൽ കൂടുതൽ സീറ്റ് കിട്ടും. അപ്പം ഇനി BJPക്ക് അടുത്ത ഇലക്ഷനിൽ ഇതിൽ കൂടുതൽ സീറ്റ് കിട്ടട്ടെ എന്ന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ.